നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും മലയാള സിനിമയിൽ ഈ കപടത എന്ന് പറയുന്നത് വലിയ ആഭരണമാക്കിയും അലങ്കാരമാക്കിയും തലയിലെ തൊപ്പിയമാക്കിയും ഒക്കെ വെച്ച് നടക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പേരുകളിൽ ഒന്നാണ് മറ്റേ മാലാ പാർവതി എന്ന് പറയുന്നത്. മാലാ പാർവതി എന്നവർക്ക് പേരിട്ട് എങ്ങനെയാണ്, അവരിനി കമ്മലിൻ്റെ സഹോദരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും അവർ തന്നെ വിളിക്കുന്നത് മാലാ പാർവതി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ വിളിക്കാം. ഇവരെ പോലെയുള്ള ചില അവതാരങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഊർമിള ഉണ്ണിയായിരുന്നു അത്. ഇവരുടെ കാര്യത്തിലേക്ക് വരാം. ഈ ഊർമിള ഉണ്ണി നടൻ ദിലീപ് മറ്റേ ഒരു കേസിൽപ്പെട്ടതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരു നടിക്ക് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്ന പേരിൽ ആരോപിക്കപ്പെട്ട് അദ്ദേഹം പ്രതിയാക്കപ്പെട്ട കേസ് അറിയാം. അപ്പോൾ ആ കേസിൽ ഇവരൊരു AMMയുടെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവർ നടത്തിയിട്ടുള്ള ഒരു പ്രകടനമുണ്ട്. അത് തന്നെ നമ്മളെ ആകെ വെറുപ്പിക്കുന്നൊരു പ്രകടനമായിരുന്നു. ഇവരുടെ ആക്ഷനും ഇവരുടെ സംഭാഷണവും ഒക്കെ കേൾക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെയുള്ള നിരവധി ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം അൻസിബ ഹസൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമുണ്ട്. ആ പെൺകുട്ടി ഏതാണ്ട് ഇപ്പോൾ AMMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. അപ്പോൾ ആ പെൺകുട്ടി വന്നിരുന്നത് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ എക്സിക്യൂട്ടീവ് എഡിറ്ററോട് പറയുന്നത് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ സംസാരിക്കാമെന്നാണ്. സ്മൃതി അമ്മ എന്ന് വിളിച്ചില്ല, അച്ഛനെന്ന് വിളിച്ചില്ല, കുഞ്ഞമ്മ എന്ന് വിളിച്ചില്ല. അതുകൊണ്ട് അൻസിബ ഹസൻ അത് കട്ട് ചെയ്തിട്ട് പോയി. പക്ഷെ അതൊക്കെ എടുത്ത് നമ്മുടെ കുറേ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സ് ഏതാണ്ട് അൻസിബ ഹസൻ സ്മൃതിയെ മറ്റേ തകർത്തു എന്നൊക്കെ പറഞ്ഞൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. ശരിക്കും സ്മൃതിയാണ് അവിടെ ജയിച്ചത്. സ്മൃതി പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ട്, ഇത്തരത്തിൽ വാശിയൊന്നും പിടിക്കേണ്ട, അതൊന്നും നടക്കില്ല, ഉണങ്ങി പോയിക്കോന്ന് പറഞ്ഞ്. അപ്പം നേരെ എന്ത് ചെയ്തു, അൻസിബ ഹസൻ പോയി. ആ പോയത് കൊണ്ടൊന്നും സംഭവിക്കാനില്ല. ഈ അൻസിബ ഹസൻ പോയത് നമുക്കറിയാമല്ലോ, മറ്റേ ഇതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഷൈൻ ടോം ചാക്കോയുടെ പുതിയ കേസുമായി ബന്ധപ്പെട്ടാണ്. അത് നമുക്കറിയാം. വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് ശരിയാകാതെ അവർ ഡ്രസ്സൊന്ന് ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, പുള്ളിയുടെ ഓട്ടവും ചാട്ടവും ഒക്കെ നമ്മൾ കണ്ടു. അതിനെക്കുറിച്ചൊക്കെ വിശദമായ വീഡിയോ ചെയ്താണ്. ഇനിയിപ്പോൾ മലയാളത്തിൽ അതാരും അറിയാൻ ഉണ്ടാവില്ല ബാക്കി മലയാളക്കരെ. അപ്പോൾ അതിൽ തന്നെ ഈ അൻസിബ ഹസനൊക്കെ വന്ന് പറയുന്നത് വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റേ ഇയാൾക്ക് ഉള്ളത് ഒരു രോഗാവസ്ഥയാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഷൈൻ ടോം ചാക്കോ രോഗാതുരനാണ്, അതുകൊണ്ട് നിങ്ങൾ അല്പം സഹതാപം കൊടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഈ അൻസിബ ഹസനോട് എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ ഇതുപോലെ തന്നെ പെരുമാറോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പീക്കായിട്ടുള്ള ഒരാളാണ് നേരത്തെ പറഞ്ഞ മാലാ പാർവതി. അവരൊരു ഇരിക്കുന്നു. ആ ഇരിക്കുമ്പോൾ അവരോട് ഒരു ചോദ്യവും ഈ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് ചോദിച്ചില്ല. പക്ഷെ ചോദിക്കാതെ തന്നെ അവർ ചാടി വീണ് ഇൻഡയറക്റ്റായി ആ വിൻസി അലോഷ്യസിനെ ഒന്ന് കുത്തിക്കൊണ്ട് ഒരു വർത്തമാനം പറയുന്നു. ആ വർത്തമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർവതി പറയുന്നത്, ഒരു സിനിമാ ലോകത്ത് നമ്മൾ പെൺകുട്ടികൾ ഇതൊക്കെ പഠിക്കേണ്ടതാണ്, ഇതൊക്കെ ഡീൽ ചെയ്യാൻ പഠിക്കേണ്ടതാണ് ഇതൊക്കെ. കാരണം ഒരാൾ വന്ന് നിങ്ങളുടെ ഡ്രസ്സ് മോശമാണല്ലോ, ഞാനൊന്ന് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ എന്തോ കളഞ്ഞു പോയി, എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ലെവലിലൊന്നും എടുക്കേണ്ട. അത് വളരെ സിമ്പിളായിട്ട് നിപ്പുട എന്ന് പറഞ്ഞാൽ വിട്ടാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഒരു അടി കൊടുക്കാമെന്ന് തോന്നുന്ന രീതിയിലുള്ള വർത്താനമാണ്. പുട എന്ന് പറഞ്ഞാൽ വിട്ടാൽ മതി, വെറുതെ പുട എന്ന് കൂളായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്തത് ഇവർ പറയുന്നത്, ആണുങ്ങളൊക്കെ വന്ന് സാധാരണയായിട്ട് അങ്ങനെ ചോദിക്കും, കൂടെ കിടക്കാൻ പറ്റുമോ, ഞങ്ങളുടെ ഒപ്പം വരട്ടെ, എൻ്റെ ഒപ്പം വരുന്നോ എന്നൊക്കെ ചോദിക്കുമെന്നാണ് പറയുന്നത്. കേട്ടിട്ട് എനിക്ക് തല പരവിച്ചു പോയി. കാരണം എല്ലാ ആണുങ്ങളും ചെന്ന്, ഞാനൊന്നും ഇവരെ ആരോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള ആരെങ്കിലും കാര്യം എനിക്കറിയാൻ പാടില്ല. കേൾക്കുന്ന ആണുങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതാണ്. അതായത് ആണുങ്ങളൊക്കെ ഇതൊക്കെ പെണ്ണുങ്ങളെയൊക്കെ കണ്ടാൽ ഇതൊക്കെ ചോദിക്കും, ഇതൊക്കെ സിമ്പിളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ വർക്കാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ വിട്ടുകളയേണ്ടതാണ് എന്ന് പറഞ്ഞാൽ വിൻസി അലോഷ്യസ് ഇതൊന്നും വലിയ പ്രശ്നമാക്കി മാറ്റേണ്ട കാര്യമില്ല. പകരം അവരൊരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. അതായത് ഞാൻ അവരെ അഭിനന്ദിച്ചിരിക്കുന്നു. റോഡിലൂടെ അവരങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വണ്ടി തട്ടാതെ നമ്മളങ്ങോട്ട് ക്രോസ് ചെയ്യണമെന്നാണ് ഈ പറയുന്ന ഈ മഹതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഭയങ്കര വിപ്ലവകാരിയാണ്. ഇവർ രാത്രി നടത്തമൊക്കെ നടത്തിയതാണ്. അതായത് 12 മണിക്ക് രാത്രി പെണ്ണുങ്ങൾക്ക് നടക്കണമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താണ് ഉദ്ദേശമെന്ന് ഏതാണ്ട് ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നടക്കണമെന്ന് പറഞ്ഞ് ഇവർ നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിപ്ലവകാരികൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിപ്പോൾ വേട്ടക്കാരനൊപ്പം ഓടിക്കൊണ്ടിരിക്കുക എന്നല്ല, വേട്ടക്കാരുടെ വണ്ടിയിലെ കുതിരയാണ് ഈ പറയുന്ന മാലാ പാർവതി. ഈ പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഉഡായിപ്പ് വർത്താനം കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിൻസി അലോഷ്യസിനെ അപമാനിക്കുക, പകരം ഷൈൻ ടോം ചാക്കോയെ ഒന്ന് പതപ്പിക്കുക, സോപ്പിട്ടെന്തിയോ ഒന്ന് പതപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദിവ്യ സയ്യരൊക്കെ മറ്റേ പിണറായിനെ കുറിച്ച്, KK രാഗേഷിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ ഇവർ ചെറുതായിട്ടൊന്ന് പതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പതപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം സിനിമയിൽ അവസരം കിട്ടുക, വീണ്ടും എന്ത് ചെയ്യുക, അവിടെ നിന്ന് കുറച്ച് ചില്ലറ കിട്ടുക, ആർഭാടമായിട്ടും ലാവിഷായിട്ടും ഒക്കെ ജീവിക്കുക, അതിന് വിട്ടുവീഴ്ച ചെയ്യാം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതൊക്കെ നിസ്സാരമാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളങ്ങോട്ട് മിണ്ടാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക,
പോവുക. പിന്നെ ഇവരൊരു നടനെക്കുറിച്ചെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്ക് പരാതി ഒന്നുമില്ലായിരുന്നു. ആ നടൻ വളരെ മോശമായിട്ട് കെട്ടിപ്പിടിക്കുന്ന രംഗത്തിൽ ഇവരെ ഗ്രൂപ്പ് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ എന്തായാലും അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പാണ് ഈ മാലാ പാർവതി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ മിക്കവാറും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സൈന എന്ന് പറയുന്ന ഒരു ടി വി ഉണ്ട്. ആ ടി വിയിൽ രജനീഷ് എന്ന് പറയുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അവതാരകനുണ്ട്. നന്നായി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയോ അല്ലെങ്കിൽ അതുപോലെ പാട്ടുകാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വളരെ ഭംഗിയായി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ്. പാട്ടുകളിലെ ലൈനൊക്കെ കൃത്യമായി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ രജനീഷാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. രജനീഷ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഷൈനെയും അതുപോലെ തന്നെ ഈ പറയുന്ന കമ്മൽ പാർവതിയെയും കൂടി കൂട്ടിയിരുത്തിക്കൊണ്ടാണ്. കമ്മൽ പാർവതിയുടെ പെങ്ങളായിട്ടുള്ള മാലാ പാർവതിയും കൂടി കൂട്ടിയിരുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടിയിരുത്തിക്കൊണ്ട് ഇത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ മാലാ പാർവതിയുടെ ചില കമൻറ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയുമായിട്ട് വലിയ സൗഹൃദത്തിലാണ്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ ഇടക്ക് തിരിഞ്ഞ് അപ്പുറത്തെ സംസാരിക്കുന്നുണ്ട്. അത് ഈ പുള്ളിയുടെ നേരത്തെ ഉണ്ടായിരുന്ന 1.5 കൊല്ലം കൂടെ താമസിച്ചൊരു കാമുകിയ അല്ലെങ്കിൽ ലവർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാമുകി എന്ന് പറയുന്നതിന് ക്ഷമിക്കണം, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അത് ഒരു ലവറായിട്ടുള്ള സ്നേഹിത തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രണയം കാണുമ്പോൾ നമുക്ക് വല്ലാത്ത കൊതി തോന്നും എന്നാണ് ആദ്യം പുള്ളിക്കാരി ഈ ഷൈൻ ടോം ചാക്കോയെ പുകഴ്ത്തുന്നത്. പിന്നെ പറയുന്നത് ഷൈൻ ടോം ചാക്കോ ചെറിയ കുസൃതിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കുസൃതിയാണ് എന്നുള്ളത് ഇനിയിപ്പോൾ എന്തായാലും മറ്റേ രജനീഷ് ഇത്തിരി കൂടി മാന്യനായതുകൊണ്ട് വീണ്ടും ചോദിച്ചില്ല. അപ്പോൾ അത്തരത്തിൽ കുസൃതിയാണ്. പിന്നെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെ വേണമെങ്കിലും ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നൊരു വാചകമുണ്ടായി ഇൻ്റർവ്യൂവിൽ. അവർ പറയുന്ന ഒരു ലോജിക്കില്ലാത്ത സിനിമയിൽ അഭിനയിക്കുകയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഷൈനോട് എന്നിട്ട് ഇവർ ചോദിക്കുന്നു എങ്ങനെയാണ് ഷൈൻ ഒരു ലോജിക്കില്ലാതെ നമ്മളെങ്ങനെ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷൈൻ പറയുന്നു ആ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അഭിനയിക്കണം, അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ അഭിനയിക്കണം, അങ്ങോട്ട് പോകണം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കുറേ പുകഴ്ത്തലുകളും ഇവർ തമ്മിലുള്ള സൗഹൃദവും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇവർ വലിയ തോതിൽ ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ ആ സൗഹൃദം ഉള്ളത് കൊണ്ടിട്ട് ഇവർ ഷൈൻ ടോം ചാക്കോയെ ഒന്ന് ജസ്റ്റ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ്, അത് മോശമാണ്, എൻ്റെ ഡ്രസ്സ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാം, ഇവിടെ എന്തോ പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ ഞാൻ വന്ന് ശരിയാക്കി തന്നോ എന്നൊക്കെ ചോദിക്കുന്ന കമൻ്റൊക്കെ ഫട എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ പൊന്ന് മറ്റേ കമ്മൽ പാർവതി, താങ്കൾ വേണമെങ്കിൽ പുട എന്ന് പറഞ്ഞ് വിടുകയോ അല്ലെങ്കിൽ വട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുകയോ അടുത്ത് വിളിക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ താങ്കളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ചെയ്യണം എന്നുള്ള ഉപദേശമൊന്നും ഇങ്ങോട്ട് വേണ്ട. യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്തോ ഒരു സിനിമയുണ്ട്, മറ്റേ എനിക്ക് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഈ പറയുന്ന പോലെ ഒരു പുള്ളിക്കാരിയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയുണ്ട്, കുഞ്ചാക്കോ ബോബനും അതുപോലെ തന്നെ അതിഥി രവിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ മറ്റേ നമ്മുടെ ഈ ധർമ്മജൻ ബോൾഗാട്ടി വന്ന് പറയുന്നൊരു സീനുണ്ട്. ആ സീനാണ് എനിക്ക് പറയാനുള്ളത്. ഉപദേശവും പിന്നെ ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല, രണ്ടും കൂടി വേണ്ടെന്ന് പറയുന്നുണ്ട്. ഉപദേശവും ഡാഷും രണ്ടും കൂടി ഇങ്ങോട്ട് വേണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉപദേശമൊക്കെ പ്ലീസ് എൻ്റെ കമ്മൽ പാർവതി കയ്യിൽ വെച്ചാൽ മതി. ഒന്ന്. രണ്ടാമത്തത്, കമ്മൽ പാർവതി കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാ ആണുങ്ങളും ഇത്തരത്തിലുള്ളവരാണെന്ന് പറയുമ്പോൾ ശരിക്കും അതെന്നെ അതിശയിപ്പിക്കുകയും എന്നെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാതെ വയ്യ. ഇതല്ല, ഇവർ ഇതിലപ്പുറവും പറയും. കാരണം ഇവരുടെ മകൻ ഏതോ ഒരു മറ്റേ പുള്ളിക്ക് ഒരു ട്രാൻസ്ജെൻഡർ അടുത്ത് മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ അയച്ചപ്പോഴത്തേക്കും അന്ന് ഇവർ നേരെ പുരുഷൻ്റെ ഒപ്പമായിരുന്നു നിന്നിരുന്നു. അന്ന് ഇവരുടെ സ്ത്രീപക്ഷവും ഫെമിനിസ്റ്റ് കുപ്പായവും ഒന്നും എടുത്ത് ഇവരണിഞ്ഞില്ല. അങ്ങനെ തരാതരങ്ങളിൽ ഇവർ പല കാര്യങ്ങളോട് അണിയുന്ന ഒരാളുകളാണ്. ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഒരു സ്ത്രീ ഇവരുടെ അടുത്ത് വന്ന് വളരെ മോശമായിട്ട് ആ പെൺകുട്ടിക്കുണ്ടായ അനുഭവം പറഞ്ഞു. ഇവർ നേരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെന്ന് അത് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ ഇവരെ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു. ആ വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ ആ പോലീസുകാരൻ വേറെ ഇവർക്കറിയുന്ന ഏതോ 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആരെയോ 1-2 പേരെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. അതോടുകൂടി ഇവരാകെ ഭയങ്കര പ്രശ്നത്തിലായിപ്പോയി. അതായത് ഞാനൊരു സാധാരണ സംസാരം, അതായത് നമ്മൾ ഈ പറയുന്ന പൈപ്പിൻ ചോട്ടിലൊക്കെ ഇന്ന് പണ്ട് വർത്താനം പറയില്ലായിരുന്നു, അല്ലെങ്കിൽ കലിങ്കിലൊക്കെ ഇരുന്ന് വർത്താനം പറയില്ല, അതുപോലൊരു വർത്താനത്തിൻ്റെ ഭാഗമായി ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. ആ പെൺകുട്ടി എന്നെ വിളിച്ച് ചോദിച്ചു എന്തിനാണ് ഈ പേര് പറഞ്ഞതെന്ന്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇവർക്കറിയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിപ്പോയി, സങ്കടമായിപ്പോയി. വളരെ മാന്യമായ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അതുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് നീതി കിട്ടിയില്ലെങ്കിലും മറ്റേ ഈ മോശപ്പെട്ട പണി കാണിച്ച ആൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിലും ഇനി അയാൾക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ പരിചയക്കാർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചോദിച്ചു ഒരു സ്വന്തം കയ്യിൽ കാശെടുത്ത് ആ കേസ് കോഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനും കോടതിയിൽ പോകും എന്ന് പറഞ്ഞ ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ ധാർമ്മികത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. ഇനി എന്നിട്ട് ഇവർ വിനു വി ജോണിൻ്റെ അടുത്ത് ചാനലിൽ നിന്ന് പറയുകയാണ്, വിനു വി ജോണിനെ അറിയില്ല. വിനു വി ജോൺ ഞാൻ ആരെയും സങ്കടപ്പെടുത്താതെ, ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്.
എൻ്റെ പൊന്ന് മാലാ പാർവതി ഈ സിനിമാ രംഗത്ത് ചെല്ലുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും ഇത് ബുദ്ധിമുട്ടിക്കാതെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നുമില്ല. AMM എന്നൊക്കെ പറയുന്ന സംഘടനയൊക്കെ നിൽക്കുന്ന എല്ലാ ആളുകളും അവർക്കുള്ള പാവങ്ങൾ രണ്ടോ സിനിമയിൽ അഭിനയിച്ചു പോയതുകൊണ്ട്, പിന്നെ മുഖത്ത് മേക്കപ്പ് ഇടാതെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട്, സാധാരണ ബസ്സിലൊന്നും കയറി പോകാൻ പറ്റാത്തതുകൊണ്ട് കടിച്ചു പിടിച്ച് ഇപ്പോഴും എല്ലാ ഈ പറയുന്ന പോലെ അവരുടെ മോശപ്പെട്ട കാര്യങ്ങളുമൊക്കെ അനുഭവിച്ച് അതിനകത്ത് അടിമകളെപ്പോലെ നിൽക്കുന്ന ആളുകളാണ്. അത് അവരെ നിന്നോട്ടെ, അതുകൊണ്ട് ഞാനിപ്പോൾ അവരെയൊന്നും കുറ്റം പറയുന്നില്ല, അത് അവരുടെ ഗതികേടാണ്. പക്ഷെ ആ ഗതികേടിനും അപ്പുറം ഞാൻ വിപ്ലവ നായികയാണെന്നും ഞാൻ ധാർമ്മികതയുടെ ആൾപ്പൊക്കമാണെന്നും ഒക്കെ കൂടി പറഞ്ഞു കളയല്ലേ. ഇവിടെ എല്ലാവരും നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റുന്ന ആളുകളല്ല. എന്തായാലും പറ്റിക്കാൻ പറ്റുന്ന ആളുകൾ കേരളത്തിൽ ഒരാളെങ്കിലും, ഞാനെങ്കിലും പെടില്ല, ബാക്കി എൻ്റെ പ്രേക്ഷകരിലും നിരവധി പേർ പെടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കൂടി കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ അഭ്യാസമൊക്കെ കൈ വെച്ചാൽ മതി. എന്താണെങ്കിലും നിങ്ങളുടെ ഉപദേശവും മറ്റതും എന്ത് ചെയ്യണ്ട, ഇവിടെ വേണ്ട.